ഇന്ന് നമുക്ക് ജിലേബി ഉണ്ടാക്കിയാലോ? ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ, പക്ഷേ അതിനേക്കാളും ഹൈജീനിക്കായിട്ട്, ഒരു കളറും ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി ജിലേബി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു പണിയുമില്ല. എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ഉഴുന്നാണ് എടുത്തത് കേട്ടോ. അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന് അതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കുക. അതായത് നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. 3 മണിക്കൂർ കുതിരാൻ വയ്ക്കുക. 3 മണിക്കൂർ കഴിയുമ്പോൾ അതിലത്തെ വെള്ളം മാറ്റിക്കളയുക. അപ്പോൾ നമ്മൾ ഈ വെള്ളം മാറ്റിയിട്ട് വെറുതെ കളയണ്ട. ഇത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ചെടികൾ വയ്ക്കില്ലേ, മണി പ്ലാന്റിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളം കളയണ്ട, ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാതും കൂടെ ആദ്യം ഒരു പ്രാവശ്യം റഫായിട്ടൊന്ന് അരച്ചെടുത്തു. എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഇതാകുമ്പോൾ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. അപ്പോൾ അതെ, റഫായിട്ട് ഒരു പ്രാവശ്യം എല്ലാതും കൂടെ ഇട്ടിട്ട് കിട്ടി. ഇനി ഇത് പകുതിയാക്കുക. പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള പകുതി നമ്മൾ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. കൂടുതൽ ഉഴുന്നിട്ടിട്ടുണ്ടെങ്കിൽ വെള്ളമില്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് വീണ്ടും ഒന്നും കൂടെ അരച്ചെടുക്കുക. അത്രയ്ക്കുള്ളൂ പണി കേട്ടോ. അതിൻ്റെ പകുതി മാറ്റി ബാക്കി പകുതിയിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള അരച്ചു വെച്ച ഉഴുന്ന് വീണ്ടും നന്നായിട്ടൊന്നും കൂടെ അരച്ചെടുക്കുക. കണ്ടില്ലേ, ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട്, അപ്പോൾ ഉഴുന്നരയ്ക്കുന്ന പണി കഴിഞ്ഞു കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. 3 മണിക്കൂർ, ഒരു 4 മണിക്കൂർ ആയാലും കുഴപ്പമില്ല കേട്ടോ കുതിരാൻ വെക്കുന്നത്. കൂടുതൽ നേരം കുതിർക്കണ്ട. അധികം പുളിപ്പൊന്നും ആവേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് ഇതിന് ഷുഗർ സിറപ്പ് വേണ്ടേ. അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് ഷുഗർ എടുത്തു. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി അതവിടെ ഇരുന്ന് ഉരുകി വരട്ടെ. കുറച്ച് സമയം എടുക്കും കേട്ടോ ഉരുകി വരാനായിട്ട്. ഒരു 10-15 മിനിറ്റൊക്കെ എടുക്കും. അതായത് തിളച്ച് വറ്റി. ഇതിൻ്റെ പരുവെന്ന് പറയണത് ഒരു നൂൽ പരുവെന്ന് പറയില്ലേ, കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഒരു നൂൽ പോലെ വരുന്നത്, അതുപോലെയാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഷുഗർ സിറപ്പിൻ്റെ. അപ്പോൾ അത്രയും സമയം നമ്മൾ നോക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുക, കണ്ടില്ലേ നൂല് പോലെ ഇങ്ങനെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ പാകം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും, പിന്നെ 2 ടീസ്പൂൺ നെയ്യ്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് കേട്ടോ. നാരങ്ങയുടെ നീരൊഴിക്കുന്നത് ഈ ഷുഗർ സിറപ്പ് കട്ട പിടിക്കാണ്ടിരിക്കാനാണ്, അല്ലെങ്കിൽ അത് ക്രിസ്റ്റലായി പോവും. അപ്പോൾ നാരങ്ങയുടെ നീരൊഴിച്ചാൽ പിന്നെ അത് കട്ട പിടിക്കില്ല. അങ്ങനെ ഇതൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളവിടെ മൂടി വയ്ക്കുക. ഇപ്പം നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് പരുവം ഇതാണ് കേട്ടോ. ഈ പരുവത്തിൽ തന്നെ കിട്ടണം. പിന്നെ നമ്മൾ എടുത്തു വെച്ച അരച്ചു വെച്ച ഉഴുന്നിലേക്ക് 2 ടീസ്പൂൺ നൈസ് അരിപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇങ്ങനെ വടിച്ചെടുക്കുക കേട്ടോ. കുറേ ഹീപ്പായിട്ട് ഇങ്ങനെ നിൽക്കണ്ട, ഇത്ര മാത്രം മതി. പിന്നെ ഈ മഞ്ഞൾപ്പൊടി വെള്ളം കലക്കി ഒഴിക്കുന്നതില്ല, അതൊരു പരീക്ഷിച്ചതാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമില്ല, കളറൊന്നും വന്നില്ല. മുമ്പുണ്ടാക്കിയപ്പോൾ ഇത് ഒഴിച്ച് നോക്കിയില്ല. അത് ഒഴിക്കാണ്ട് നോക്കിയിട്ട് നല്ല അടിപൊളി ജിലേബിയായിരുന്നു. ഇപ്രാവശ്യം ഒഴിച്ചു നോക്കിയത് എങ്ങനെയുണ്ടെന്ന്. പക്ഷെ കളറിലൊന്നും ഒരു മാറ്റം വന്നില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ വെള്ളം ഒഴിക്കുക വേണ്ട, അത് ഒഴിച്ചിട്ട് കാര്യമില്ല. പിന്നെ കളറ് ചേർക്കുകയാണെങ്കിൽ കളർ വരും. പക്ഷെ നമ്മളിവിടെ കളറൊന്നും ചേർക്കണില്ല. കളർ ചേർക്കാതെ തന്നെ ജിലേബി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി ഈ അരച്ച് വെച്ചത് നമുക്ക് ഇങ്ങനെ മാവ് ഒഴിക്കേണ്ട എണ്ണയിലേക്ക്. അതിനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക. ഈ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ, വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കവറൊക്കെ ഉണ്ടാവില്ലേ, അതായാലും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉണക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് വയ്ക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഉഴുന്നുമാവില്ലേ, ഉഴുന്നുമാവ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമുക്കിങ്ങനെ ജിലേബി ഇങ്ങനെ ഷേപ്പ് ചെയ്ത എണ്ണയിലേക്ക് ഒഴിക്കാനായിട്ട് എളുപ്പത്തിനാണ് ഇതിലിടുന്നത് കേട്ടോ. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതിൻ്റെ ആ കോർണർ ഇങ്ങനെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ ലൂസാവണ്ട കേട്ടോ, കൂടുതൽ ലൂസാവണ്ട, കൂടുതൽ കട്ടിയാവണ്ട, ഇതേ പാകം തന്നെ മതി. ഇനി നമുക്ക് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ജിലേബിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ സാധാരണ ഒരു മീഡിയം വലുപ്പത്തിൽ കിട്ടും കേട്ടോ ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ. അപ്പോൾ നമ്മളത് അവിടെ വയ്ക്കുക. ഇനി ഓയിൽ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇവിടെ നെയ്യിൽ വേണമെങ്കിൽ നെയ്യിലും ഉണ്ടാക്കാം. ഇത് റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. നെയ്യിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മണം വരും ജിലേബിക്ക്. അപ്പോൾ എണ്ണ ചൂടായോ എന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, കുറച്ച് അതിലിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി നമ്മൾ ഷേപ്പ് ചെയ്യണത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എങ്ങനെ ഇന്ന പ്രത്യേകമായിട്ട് ഇന്ന ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് പലതരം ഷേപ്പിൽ നമുക്ക് പറ്റുന്ന പോലെ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. നമുക്കത് വറുത്ത് കോരിയെടുക്കാൻ മാത്രമേ ഉള്ളൂ പണി. വറുത്ത് കോരി കിട്ടിയാൽ മതി. കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് പിന്നെ തിരിച്ച് മറിച്ചിടുക. ചെറുതായിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ ഒരു സൗണ്ട് വരും, അത്ര ക്രിസ്പിനെസ് വേണം കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കരുത്, കുറച്ച് ക്രിസ്പി ആവണം. അല്ലെങ്കിൽ ഇങ്ങനെ സോക്ക് ചെയ്താലും പഞ്ചസാര പാനിയിലിട്ടാലും ഒരു ഉഴുന്നിൻ്റെ മണം വരും. അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കണം. അതിനുശേഷം നമ്മൾ ഈ പഞ്ചസാര പാനിയില്ലേ അത് ചെറുതായിട്ട് ചൂടും വേണം കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം തന്നെ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക, അതിലിട്ടിട്ട് ഒന്ന് മുക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ അടുത്ത ട്രിപ്പ് ഒരു ബാച്ച് ഉണ്ടാക്കി നമ്മൾ ഷുഗർ സിറപ്പിൽ ഇടുക. അടുത്ത ബാച്ച് ഉണ്ടാക്കി കോരുന്ന വരെ അതവിടെ കിടന്നോട്ടെ. അത്ര സമയം മാത്രം പഞ്ചസാര പാനിയിൽ ഇട്ടാൽ മതി. അപ്പോഴേക്കും അതിൽ നല്ല പഞ്ചസാരയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതെ, അത് മറ്റേത് കോരുന്നതിന് മുമ്പ് ഇത് നമ്മളെടുത്ത് മാറ്റുകയാണ്. ഇനി കുറേ തണുക്കാൻ പാടില്ല കേട്ടോ. ഈ ഷുഗർ സിറപ്പ് ഇടയ്ക്ക് അടുത്ത ബാച്ച് ഉണ്ടാക്കി വരുമ്പോൾ ഇതിന് ചൂടില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിക്കോളും. അഥവാ ഇത് ഭയങ്കരമായിട്ട് കട്ട പിടിച്ചു എന്ന് അവസാനമാകുമ്പോൾ കട്ട പിടിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ഷുഗർ സിറപ്പിൽ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ലൂസായിക്കോളും. ഭയങ്കര കട്ടിയാവുകയാണെങ്കിൽ അവസാനമാകുമ്പോഴേ ഇരുന്നിരുന്ന് ഇങ്ങനെ കട്ടി പിടിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളെല്ലാം അതും വറുത്ത് കോരി ഷുഗർ സിറപ്പിലിട്ടെടുത്താൽ നമ്മുടെ പഞ്ചാര ജിലേബികളാണ് കേട്ടോ. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ജിലേബിയാണ് കണ്ട, സോഫ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ സോഫ്റ്റ് ആയതിനേക്കാളും നല്ലത് നല്ല ക്രിസ്പിയിലിരിക്കുന്നതാണ് കേട്ടോ. ഇതിന് ചെറുതായിട്ട് ഉഴുന്നിൻ്റെ ഒരു മണം വരും, അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു 5-6 ദിവസമൊക്കെ ഒരു കേടുമില്ലാണ്ട് പുറത്ത് തന്നെ വെക്കാം. നല്ല ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇവിടെ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് 5 ദിവസം വരെ ഇത് ഉപയോഗിച്ചു. ഇതുപോലെ തന്നെ ഫ്രഷായ പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ ഇതുപോലെ ജിലേബി ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ.